കനത്ത ചൂടേറ്റ് പുളയുകയാണ് ജനങ്ങൾ. അന്നന്ന് തൊഴിലെടുത്ത് ഉപജീവനം കഴിച്ചുകൂട്ടുന്ന തൊഴിലാളികൾ വെന്തുരുകയാണ് ഓരോ ദിവസവും തള്ളി നീക്കുന്നത്. വീടിന് പുറത്തിറങ്ങുന്നവർ ചൂടിനെ പഴി പറയാതെ മടങ്ങുന്നില്ല. വിവിധ മേഖലകളിലുള്ളവരുടെ പ്രതികരണങ്ങൾ. ചൂടിനൊക്കെ താങ്ങാൻ നമുക്ക് പറ്റാത്തൊരവസ്ഥയായിരുന്നു. ഇവിടെ നമ്മൾ ഈ വെയിൽ കൊണ്ട് പൊരിഞ്ഞ് ഇങ്ങനെ കിടക്കുക. ഇവർക്ക് എന്നെ പറയുന്നു, നമ്മൾ എന്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. മഴ പെയ്തിട്ട് ചൂടിനോട് കൊടുക്കില്ല. ഇത് പുഴുവാണ്. ഒരു മഴ പെയ്താലും പിറ്റേ ദിവസം അതിനേക്കാൾ കൂടുതൽ ഇതാണ് അവസ്ഥ. നല്ല ചൂടാണ്. കഴിഞ്ഞ വർഷത്തേക്കും ഇതാണ്. വെള്ളം ധാരാളം കഴിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ നമ്മുടെ ശരീരത്തിന് ഉണ്ടാവും. സ്കൂട്ടർ ഓടിച്ചു വരാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. ബസ്സുകളിലൊന്നും ആളില്ല ചൂട് കാരണം. ചൂട് ഭയങ്കരമാണ്. നിൽക്കാൻ യാതൊരു നിവൃത്തിയില്ല. ദിവസം കൂടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ പോയാൽ വെയിൽ എങ്ങനെയാവും എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. പുറത്തേക്ക് 11 വരെ 3 വരെ ഇറങ്ങാൻ യാതൊരു നിവൃത്തിയില്ല. 3 കഴിഞ്ഞാലും അത് 4:30 ആണ് പുറത്തിറങ്ങണമെങ്കിൽ. ചൂട് നമ്മൾ തന്നെയാണ് അതിൻ്റെ കാരണക്കാരൻ. നമ്മൾ പ്രകൃതിയെ വേണ്ട രീതിയിൽ സംരക്ഷിക്കുന്നില്ല. അതിങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. പറഞ്ഞിട്ട് കാര്യമില്ല. ചൂട് നല്ല രീതിക്കുണ്ടല്ലേ, മാന്യപ്പെട്ട രീതിക്ക് ചൂടുണ്ട്. ചൂട് നല്ല ചൂടല്ലേ, നല്ല ചൂടാണ്. പിന്നെ അതിനെ തരണം ചെയ്ത് അങ്ങനെ പോകുന്നു. അല്ലാതെ തന്നെ മഴ 2 മഴ കെട്ടിയിട്ടും ചൂടിന് കുറവൊന്നുമില്ല. ചൂട് കൂടുതലാണ് ഒന്നുകൂടി. ഒരാഴ്ചയുടെ ചൂട് കൂടുതലുണ്ടെന്നാണ് പറയുന്നത്. അത് കഴിയുമ്പോൾ കുറേ